എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ കേരള യാത്രയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി വടക്കോട്ടുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെക്കോട്ടുള്ള യാത്രയിലാണ് ഇത്തവണ. പത്തനംതിട്ട വഴി തിരുവനന്തപുരം, കന്യാകുമാരി, തിരിച്ച് കൊല്ലം വഴി ആലപ്പുഴ, എറണാകുളം. അതാണ് നമ്മുടെ പ്ലാന്. അപ്പം ഞങ്ങൾ ഈ തവണത്തെ യാത്ര പത്തനംതിട്ടയിലുള്ള നമ്മുടെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ ചുരുക്കം സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിച്ചുള്ളൂ. ഗവി എന്നൊക്കെ പറയുന്ന പോലെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു വനത്തിനുള്ളിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റബ്ബറൈസ്ഡ് റോഡുകളും കൃത്യമായിട്ടുള്ള റോഡ് സൈൻ ബോർഡുകളും മാർക്കിങ്ങുകളും ഒക്കെ ഉള്ള ഒരു റോട്ടിലൂടെയാണ് നമുക്ക് പോകാനായിട്ട് സാധിച്ചത്. അധികം വാഹനങ്ങളില്ല, തിരക്കില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു 40 മൈൽ സ്പീഡിലൊക്കെ പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല റോഡാട്ടോ. കാരണം ആ ഒരു ചേഞ്ചസ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി റോഡുകളാണ് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ അങ്ങിങ്ങത്തെ ഫീൽ ചെയ്ത് ഡ്രൈവ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു വിശേഷം, അത് കേരളത്തിലെ വിശേഷമാണ്. നമ്മുടെ നാട്ടിലെ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളൊരു ലഞ്ച്, ഇലയിൽ സദ്യ ഉണ്ണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നവർക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സദ്യ കിട്ടുന്ന ഒരു ഷോപ്പ്, മലയാളി കട, നമ്മുടെ സാധാരണ ഒരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. കൂട്ടുകാരൻ്റെ പുസ്തക ശേഖരത്തിൽ നമ്മൾ നോക്കി അങ്ങ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദാസ് ക്യാപിറ്റൽ, കാറൽ മാർക്സിൻ്റെ. അപ്പോൾ കൂട്ടുകാരൻ ഏത് ടൈപ്പ് കൂട്ടുകാരനാണെന്നും എത്രത്തോളം വിജ്ഞാനമുള്ള അറിവുള്ള കൂട്ടുകാരനാണെന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അവൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോയത് ഈ കാണുന്ന തണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ രാത്രിയിൽ താമസിക്കുകയാണ് ചെയ്തത്. അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് ജഡായു എർത്ത് സെൻറ്റർ എന്ന് പ്ലാൻ ചെയ്ത് പേരുള്ള നമ്മുടെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടെ നമ്മൾ പോയി ഈ എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ് ഭയങ്കര കോടാനുകോടിക്കണക്കിന് രൂപ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഒരു 10-20 കോടിയിലൊന്നും അതിൻ്റെ പ്രൊജക്റ്റ് തീർന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. PPP മോഡൽ പ്രകാരമാണ് അതൊരു ചിലവാക്കിയേക്കുന്നതെന്നാണ് പറയാൻ അറിഞ്ഞത്. കാരണം പ്രൈവറ്റ് പാർട്ടിയും ഗവൺമെൻറ്റും കൂടിയിട്ട്, ഒരു വ്യക്തിയുടെ മാത്രമല്ല, എന്നാൽ പ്രൈവറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ല. പക്ഷെ അങ്ങനെ ചെയ്ത് നമ്മൾ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു സ്ഥാപനത്തിലോട്ട് നമ്മൾ നല്ല പൈസയൊക്കെ മുടക്കി നമ്മൾ റൂം എടുത്ത് താമസിച്ച് അവിടെ നിന്ന് രാവിലെ തന്നെ എണീറ്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട സർവീസസുകൾ തികച്ചും മോശകരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ടൂറിസം ആയി മാറുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മേഖലകളിലുള്ള ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ. ശരിക്കും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ അതോ ഉപകാരപ്രദമായി തീർക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇവരൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ പോയി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും പല പല സംവിധാനങ്ങളും ടൂറിസ്റ്റുകൾക്ക് ലഭിക്കുന്നുണ്ട കാര്യങ്ങളെല്ലാം അവർ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു 50 മാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഞാൻ ഇതിനൊക്കെ മാർക്കിടാൻ ഞാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കസ്റ്റമറാണ്, അത്രേ ഉള്ളൂ. നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ ശരിക്കും അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലോട്ടൊക്കെ കയറുന്നത്. അവിടെ കാണാനായിട്ട് ഇപ്പോൾ എറണാകുളത്തുള്ള ഒരുത്തൻ ചടയമംഗലം വരെ ട്രാവൽ ചെയ്തൊരു റൂം എടുത്ത് അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഈ പ്രോഗ്രാമിനായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കുറേ മോശം സർവീസുകളെ കുറിച്ചിട്ടാണ് ഈ പറയാൻ പോകുന്നത്. ഇത് റെക്കോർഡിംഗ് ആട്ടോ, വീഡിയോ റെക്കോർഡിംഗ് ആണ്. ബിക്കോസ് എൻ്റെ പേര് സിബി എന്നാണ്, എറണാകുളത്താണ് വീട്. ഞാൻ അവിടെ നിന്ന് ഈ ജഡായു പാർക്കിൽ കയറാൻ വേണ്ടിയിട്ട് വന്നേക്കണേ. സെക്യൂരിറ്റി പറഞ്ഞു ക്യാഷ് ഓൺലി ആണ്, എൻ്റെ കയ്യിൽ ക്യാഷ് എടുക്കാൻ. ഇവിടെ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് ഇന്നലെ ഞങ്ങൾ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എണീറ്റ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എൻട്രി പാസ് ഇല്ല, ഓൺലൈൻ ഇല്ല, വിം ആപ്പ് ഇല്ല, ഒരു സാധനമില്ല. ഈവൻ ഈ കാർ കയറണമെങ്കിൽ ആ പൈസ പോലും, പാർക്കിങ്ങിന്റെ പൈസ പോലും ക്യാഷ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇല്ലാത്തൊരു സംഭവം മനസ്സിലാക്കാൻ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് മാത്രം കാര്യം ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃഷി മാത്രമാണ്. ഇത് ഗവൺമെന്റ് ഓൺ സംഭവമാണോ? ആണ്. അത് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യുക. ഞങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഉള്ള സുവിധയിൽ നമുക്ക് പറയാൻ പറ്റും. അല്ല ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യണം? ഞങ്ങക്ക് പൈസ എടുക്കാൻ നിർവാഹമില്ല. എന്റെ കാർഡ് ബ്ലോക്കാണ്. അവധിക്ക് വന്നേക്കണേയാണ്. എന്റെ കയ്യിൽ കാർഡില്ല എന്ന് പറഞ്ഞാൽ കാർഡില്ല, ഇന്റർനാഷണൽ കാർഡ് ഇവിടെ വർക്ക് ആവണില്ല, ലോക്കായി പോയി. ആകെ ഉള്ളത് ബിംപേ, ഓൺലൈന്, പിന്നെ എന്നാ പേടിഎം. കുറേ ദിവസമായി നമ്മൾ സ്ട്രഗിൾ ചെയ്യണു. പക്ഷെ ഇപ്പൊ ഈ ബിം ആക്റ്റീവ് ആയതോടുകൂടി
ഒരു കാര്യം ചെയ്യാം, നമ്മൾ താഴോട്ട് നിൽക്കാം, ഞാൻ വരാം. അപ്പൊ ഞാൻ ആ ചേച്ചി പറഞ്ഞു, ആ ചേച്ചിക്ക് പറ്റില്ല, സ്റ്റാഫാണ്, അവർ സ്റ്റാഫാണ്. അപ്പൊ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. നമുക്കിപ്പോ നിങ്ങൾ എന്തായാലും പാർക്കിന് പാർക്കിലോട്ട് വിടണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട്, നോർത്ത് ഇന്ത്യ എന്നൊക്കെ ആളുകൾ വരുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് അവിടെ കാറ് പാർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് 30 രൂപ ക്യാഷ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് അവിടെ കയറണമെങ്കിലുള്ള പാസ് നമ്മൾ ക്യാഷ് കൊടുക്കണം. ക്യാഷ് ഓൺലിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കി അവൈലബിൾ അല്ല. നമ്മൾ ഓഫ്ലൈനിൽ അവിടെ നേരിട്ട് ചെല്ലണമെങ്കിൽ അവിടെ ചെന്ന് കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ പറയണത് കാശ് തന്നെ കൊടുത്താലേ നമുക്ക് ടിക്കറ്റ് വരുള്ളൂ. എന്നാ പറയണേ, അന്നൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഇത് വർക്ക് ചെയ്യണ ഒരു സംവിധാനമല്ല. അപ്പോൾ എന്താ പറയണേ, നമ്മളിപ്പോൾ ഈ കൊണ്ടുവന്നിടുന്ന കാറ് പാർക്ക് ചെയ്യാൻ വരുന്ന സ്ഥലത്തേക്ക് പോലും അവിടുത്തെ ഒരു സെക്യൂരിറ്റിയുടെ ഇൻചാർജ് നമ്മളെ റെസ്പോൺസിബിൾ ആയിട്ട് പൊക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടേക്ക് കയറാൻ പറ്റിയത്. പക്ഷേ ഞാൻ ക്യൂവിൽ നിന്ന് എന്നോട് വണ്ടി മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റില്ല, എൻ്റെ കാര്യം, എൻ്റെ പുറയിൽ വന്ന ഒരു കസ്റ്റമേഴ്സിനെ ഞാൻ കയറ്റി വിടാനായിട്ട് സമ്മതിക്കില്ല. എൻ്റെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആ ഒരു വ്യക്തി, ഞങ്ങളാണ് ആദ്യം വന്നതെങ്കിൽ ഞങ്ങളുടെ സർവീസിന്, ഞങ്ങൾക്ക് കിട്ടാനുള്ള സർവീസിന് ഒരു തീരുമാനമായിട്ട് നമ്മൾ അടുത്തുള്ളവരെ കയറ്റി വിട്ടാൽ മതി എന്നുള്ളൊരു മുട്ടായിക്ക് ഞാൻ പറഞ്ഞു അവരോട്. പക്ഷേ അവസാനം അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അവര് ഒരു 5 or 6 സെക്യൂരിറ്റിക്കാർ കയ്യിലിരുന്ന പൈസ ക്യാഷായിട്ട് ഒരു 1500 രൂപ എനിക്ക് തന്നിട്ട് ഞാനത് അവർക്ക് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ എൻട്രി പാസ് എടുത്ത് കിട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സർക്കാർ സംവിധാനത്തിന് എന്തൊക്കെയോ തകരാറുകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ട് അവിടെ നടക്കുന്നുണ്ട്. തർക്കങ്ങൾ, കേസുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, ഒരു ടൂറിസ്റ്റ്, ഒരു വിദേശ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്വദേശ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ്, കേരളത്തിലെ തന്നെ ആരെങ്കിലുമൊക്കെ പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ATM കൗണ്ടറിൽ പോയി പൈസ എടുക്കാൻ പറ്റിയില്ല എന്ന് കരുതുക. അങ്ങനെ ചെല്ലുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ നാട്ടിൽ അവിടെ അന്ന് നമ്മൾ തിരിച്ചു പോകണം. ഞാൻ അവിടെ അദ്ദേഹത്തിനോട് അത്രയും കർക്കശമായിട്ട് പറയുകയും എനിക്ക് എൻ്റെ പൈസ ഇവിടെ വരെ ഞങ്ങൾ എറണാകുളത്ത് വന്നതെന്ന് പറഞ്ഞ് തർക്കിച്ചത് കൊണ്ട് പുള്ളിയുടെ പേഴ്സണൽ പൈസ എടുത്ത് തന്നു. സെക്യൂരിറ്റി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് അവിടെ റൂട്ടിൽ 2 കിലോമീറ്ററോ 2.5 കിലോമീറ്ററോ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ATM കൗണ്ടർ ഉണ്ട്, പൈസ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കാർഡ് ബ്ലോക്കായി പോയതാണ് കാരണം. അല്ലെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ രാവിലെ തന്നെ എണീറ്റ് രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് വന്ന് കിടന്നുറങ്ങി, അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റ് കൊച്ചുങ്ങളെയൊക്കെ റെഡിയാക്കി അവിടെ ഈ ചെല്ലണ സമയത്ത് അവിടെ കിടന്ന് തമ്മിത്തല്ലുണ്ടാക്കാനോ ഒച്ചപ്പാടുണ്ടാക്കാനോ പോകണം. നമ്മളൊരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോണേ. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫസ്റ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ഒരു പ്രിവിലേജ് കിട്ടും. രണ്ടാമത് സർവീസ് നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. എവിടെ എന്ത് പരിപാടിക്കും നമുക്ക് കാർ ഇടാനുള്ള സ്ലോട്ട് വരെ വേണമെങ്കിൽ നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് പൈസ കൊടുത്ത് പോവാം. അപ്പൊ നമുക്കുള്ള സ്ഥലം, ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വലിയ കോഴിക്കോട് ബീച്ചാ, ഒരു കാർ ഇടാനൊരു സ്ഥലമില്ല. അപ്പൊ കാറ്, ബൈക്ക് എല്ലാം ഉണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേകം കോളം വരച്ച് വെച്ചിട്ട് കോർപ്പറേഷൻ ഒരു 20 രൂപയോ 30 രൂപയോ ഒരു ബൈക്കിന് ഒരു 10 രൂപയും ഒരു കാറിന് ഒരു 50 രൂപയും വീതം മേടിക്കാം. ആ മേടിക്കണതിന് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ. ഇത് രാവിലെ കാറ് കൊണ്ടുവന്ന് വെച്ചവൻ രാത്രി ആയാലും ആ കാർ എടുത്തുകൊണ്ട് പോകണില്ല. വേറെ ഒരു ടൂറിസ്റ്റ്, വേറെ ഒരു വയനാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് കോഴിക്കോട് ബീച്ച് കാണാൻ വരുന്നവന് അവന് വണ്ടി വെക്കാനുള്ള ഒരു സ്ഥലമില്ല. പെയ്ഡ് പാർക്കിങ്ങുകളും ഫുള്ള്, അൺപെയ്ഡ് പാർക്കിങ്ങുകളും ഫുള്ള്, ഹൈ റൈസ്ഡ് പാർക്കിംഗ് ഒട്ടില്ല താനും. എന്താ പറയുക, അപ്പോൾ പാർക്കിംഗ് ഒരു പരാജയം തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ട് പോലും നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കാണ്. നിങ്ങളിപ്പോ ഇത് ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ജഡായു പാറയിലേക്കുള്ള, ജഡായു എർത്തും സെന്ററിലേക്കുള്ള ഹെലിപാഡ് സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഇത് ഓൺലൈനിൽ നമുക്ക് പ്രീവിയസ് ഇത് ബുക്ക് ചെയ്യാൻ പറ്റണില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കേബിൾ കാറുകൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. വൺസ് ഒരു എൻട്രി ഒരു പ്രൊസീജിയറുകൾ കഴിഞ്ഞിട്ട് അവിടെ കുറേ റെസ്റ്റോറൻറ്റ് സംവിധാനങ്ങളും കുറേ ആക്ടിവിറ്റി സെന്ററുകളും അമ്യൂണിറ്റി സെന്ററുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഗൂഗിൾ പേയും
കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഉടമസ്ഥരായിട്ട് നിലകൊള്ളുന്ന വിഭാഗത്തിനാണ് ഈ പറഞ്ഞ പോലെ അവിടെ എത്ര ആളുകൾ വന്നു, അവരുടെ ഡേറ്റ അവിടെ എൻട്രി കൃത്യമായിട്ട് വരരുതെന്നും അല്ലെങ്കിൽ എത്ര രൂപ അവിടെ കളക്ഷൻ കിട്ടിയെന്ന് കൃത്യമായിട്ട് സർക്കാരിലേക്ക് അറിയിക്കാണ്ടിരിക്കണം എന്നൊക്കെയുള്ള ഗൂഢ ഉദ്ദേശമായിരിക്കും. അല്ലാതെ എങ്ങനെയാ അവർ ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിൽ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്കില്ലല്ലോ. മറ്റേതാണെങ്കിൽ റെക്കോർഡഡ് ആണല്ലോ. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ തട്ടിപ്പിന്റെ ഓരോ ഇതായിരിക്കും. എന്ത് തട്ടിപ്പാണോ എന്ത് പ്രശ്നങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് ചകഞ്ഞ് അന്വേഷിക്കാനൊന്നും പോയില്ല. നല്ല വെയിലുള്ള സമയമായിരുന്നു. ഈ പറഞ്ഞ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു സംഭവത്തിൽ ഈ ഒരു കേബിൾ കാർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വർക്ക്ഫുൾ ആണ്. ഏകദേശം 2000 സ്റ്റെപ്പോ എങ്ങാണ്ടുണ്ട്. നടന്ന് കയറുന്നവർക്ക്, അങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് നടന്ന് കയറട്ടോ, എന്നെ എൻജോയ് ചെയ്ത് കയറാവുന്ന നല്ലൊരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്, DJ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ജഡായു എർത്ത് സെന്റർ. പാർട്ടിക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ മോളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ഒരു പരാജയം പറയട്ടെ. ഈ കാണുന്ന കെട്ടിടമുണ്ടല്ലോ, ഈ ജഡായുയുടെ സ്ക്രപ്ചർ, ഇതിന്റെ അകത്ത് കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. അതിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. എന്തുകൊണ്ട് പ്രവേശനമില്ല? അവിടെ വല്ല റെനോവേഷൻ നടക്കുവാണോ? ഇതൊക്കെ എന്നാ ഓൺലൈനിൽ ജസ്റ്റ് പറയാൻ പാടില്ലേ, ഇത് ഇന്ന സാധനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട എന്ന് അവർക്ക് മെൻഷൻ ചെയ്യാലോ. ഇപ്പൊ നമ്മളിവിടെയൊക്കെ UK വന്നിട്ട് നമ്മൾ ഓരോ ടൂറിസ്റ്റ് ഇപ്പൊ ഒരു പാർക്ക്, സഫാരി പാർക്കിലേക്ക് പോവുകയാണെങ്കിൽ അവർ സഫാരി പാർക്കിൽ ചിലപ്പോൾ ലയണിന്റെ ഏരിയയിലേക്ക് അന്ന് ആളുകളെ വിടണില്ലെങ്കിൽ അവരത് കൃത്യം മെൻഷൻ ചെയ്യും. അത് ഒഴിവാക്കിയിട്ടുള്ള ഫീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇത് മേടിക്കുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഈ ഒരു ജഡായു എർത്ത് സെന്ററിന്റെ മുകളിൽ. അതൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ നല്ല സംഭവമാണ്. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളിൽ വമ്പം പരാജയമാണ്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള എൻട്രി സംഭവങ്ങൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അകത്തോട്ട് കയറിയാലല്ലേ നമ്മൾ ഈ പൈസയും കൊടുത്ത് താഴ്ന്ന് ഈ പറഞ്ഞ പോലെ കേബിൾ കാറിലും നമ്മൾ പൈസ കൊടുത്ത് അവിടെ നിന്നുള്ള എൻട്രി ഫീസും കൊടുത്ത് നമ്മൾ ആ മുകളിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയണത് ഇത് ക്ലോസ് ആണെന്നുള്ള കാര്യം. ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഫുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ പറഞ്ഞ സംഭാവന ഇന്നത്തെ ദിവസം ക്ലോസ്ഡ് ആണെന്ന് പറയുക. ഓൺലൈനിൽ ഉണ്ടാകുമെങ്കിൽ ഓൺലൈനിൽ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പായ സമയത്ത് നമുക്ക് ഇതെല്ലാം ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. കാരണം മറ്റ് പല സൗകര്യങ്ങളും നമുക്ക് ഒത്തിരി ഉണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ജഡായു സെന്ററിൽ പോയിട്ട് അന്നേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നമുക്ക് പോകണമെന്നുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ പൊക്കത്തിൽ അവരൊരു ടാങ്കൊക്കെ കെട്ടി വെള്ളത്തിന് സംഭരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയാട്ടോ, നല്ല സംഭവം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കേബിൾ കാറിന്റെ അകത്ത് നമുക്കൊരു എമർജൻസി ബെൽ ബട്ടണോ ഒന്നുമില്ല. ഇപ്പൊ നമ്മളിവിടെ ലണ്ടൻ ബ്രിഡ്ജിന് ക്രോസ്, ലണ്ടന്റെ IFS കേബിൾ കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാബിയോഹൻ ഞങ്ങൾ ഇതിനു മുന്നേ പോണ സമയത്ത് അവൻ എമർജൻസി സ്റ്റോപ്പ് ഞെക്കി. അപ്പോൾ അവര് അവിടെ നിന്ന് നമുക്ക് മൈക്കിൽ നമ്മളോട് സംസാരിച്ചു, എന്തിനാണ് എമർജൻസി ഞെക്കിയത്, എന്തെങ്കിലും നിങ്ങൾക്ക് എമർജൻസി സംഭവിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ മോൻ ഞെക്കിയതാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഈ കേബിള് കാറ് നമ്മൾ ഇരിക്കണ ഈ ഒരു കോച്ച് ഉണ്ടല്ലോ, ഈ കോച്ച് ആ പൊസിഷനിൽ വന്നപ്പോഴേക്കും അവരുടെ സെക്യൂരിറ്റിയും രണ്ടുപേരും അവിടെ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് സേഫ്റ്റിയെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പുഷ് ബട്ടണോ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്, ഡോറ് തുറക്കൂല എന്ന് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് അറിയിക്കാനായിട്ടൊരു മാർഗം നമ്മളതൊന്നും കണ്ടില്ല. പക്ഷെ ഇതൊന്നും ഒരു കുറ്റം കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സേഫ്റ്റിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കുറ്റങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. വൈകുന്നേരം ഒരു 6 മണിക്ക് ആ ഒരു സമയത്ത് അവിടെ നമ്മൾ മുകളിൽ നിൽക്കണ ലെവലിൽ എന്ന് വെച്ചാൽ ഈവനിങ് സമയത്ത് നമുക്ക് മുകളിൽ ചെല്ലണം എന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മൾ പോവുകയാണെങ്കിൽ വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ചടയമംഗലത്തെ ജഡായു പാർക്ക്. പക്ഷേ അതിന്റെ ആ ഒരു പ്രവർത്തന രീതി പരാജയം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതിപ്പോ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ കുറെ പേര് ഈ വീഡിയോ കാണുന്നവര് ചിലപ്പോൾ എന്നെ ഇയാളൊരു വിദേശി വന്നേക്കുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ എന്റെ പൊന്നു കൂട്ടുകാരെ, വിദേശത്തൊക്കെ നിങ്ങൾക്ക് ഒരു സർവീസ്, നിങ്ങൾ ദുബായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടുന്നു, നിങ്ങൾ സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടുന്നു, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ക്വാളിറ്റി സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ നമ്മളിവിടെ പൈസ കൊടുക്കുകയും ചെയ്യണം, നമുക്ക് നല്ല സർവീസും കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചടയമംഗലത്തെ ജഡായുപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള രഞ്ജിത്തിന്റെ വീട്ടിലോട്ടാണ്. UK തന്നെയുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവനെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ മാജിക്
മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മജീഷ്യൻ മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിലേക്കുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ എന്തായാലും അവിടെയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ മാജിക് പ്ലാനറ്റിനെ കുറിച്ചും കൂടുതലുള്ള വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ.